الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون ഏറെ ബഹുമാനമുള്ള വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ ഇഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനും മരണാനന്തരം സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ സ്വർഗലോകം പുൽകാനുമുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സ്വപ്നങ്ങളുടെ ചിറകിലേറി അവർ പറന്നുയർന്നത് മരണത്തിലേക്കായിരുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. പല ലക്ഷ്യങ്ങളാൽ പുറപ്പെട്ടവർ, ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് മടങ്ങുന്നവർ, ഭാര്യയെയും മക്കളെയും ജോലിസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സന്തോഷ നിമിഷങ്ങൾ സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ചവർ, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി പെടാപാടുപെടുന്ന നമ്മെപ്പോലുള്ള മനുഷ്യന്മാർ, ആകാശത്തിന്റെ വിഹായസിൽ പറക്കുന്ന വിമാനങ്ങൾ നമുക്കെപ്പോഴും ഒരു ആനന്ദമാണ്. കൊച്ചുകാലം മുതലേ നാം കണ്ട ആ കാഴ്ച ഇപ്പോഴും അറിയാതെ നാം കണ്ടു പോകാറുണ്ട്, നോക്കിപ്പോകാറുണ്ട്. പക്ഷേ ഭാരം വഹിച്ചു പറക്കുന്ന ഈ വിമാനങ്ങൾ അത് താഴോട്ടൊന്ന് പതിച്ചുപോയാൽ എന്തായിരിക്കും അതിന്റെ പ്രത്യാഘാതമെന്ന് ചിന്തിക്കുന്ന നമ്മുടെ മുന്നിൽ ഇതാ ഒരു അപകടം കൂടെ പത്രമാധ്യമങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് 200-ലധികം പാസഞ്ചേഴ്സിനെയുമായിട്ട് പുറപ്പെട്ട ആ വാഹനം
ടേക്ക് ഓഫ് കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഉയർന്നു പൊങ്ങിയ വിമാനം താഴോട്ട് ഒരു മെഡിക്കൽ കോളേജിന്റെ സമുച്ചയത്തിലേക്ക് ആപതിച്ച വാർത്തയും അതിന്റെ രംഗങ്ങളുമാണ് നാം കാണുന്നത്. ഒരു മലയാളി സഹോദരിയും ആ വാഹനത്തിലുണ്ടായിരുന്നു. പലപ്പോഴും വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കാൻ മറക്കുന്നവർ, അതിനെ ഗൗനിക്കാത്തവർ, അത് ശ്രദ്ധിക്കാത്തവർ, എത്രത്തോളമാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥമെന്നത് ശരിക്കും ബോധ്യപ്പെടുന്ന നിമിഷങ്ങളാണ്. ബാഗേജും ലഗേജും ഒക്കെയായി ഏറ്റവും നല്ല സെറ്റപ്പിൽ യാത്ര പുറപ്പെടുന്ന ആളുകൾക്ക് ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ വാഹനത്തിലിരുന്നൊരു വിശ്വാസി പറയുന്ന വാക്ക് ബിസ്മില്ലാ വൽഹംദുലില്ലാ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹുവേ, നീയാണ് ഈ വാഹനത്തെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നത്. പടച്ച റബ്ബിന്റെ സംരക്ഷണത്തിലാണ് ഈ വാഹനമുള്ളത്. പടച്ച റബ്ബാണ് അതിനെ നിയന്ത്രിക്കുന്നത്. പടച്ച റബ്ബാണ് അതിനെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നത്. പടച്ച റബ്ബേ, നിന്നിലേക്ക് മടങ്ങേണ്ടവരാകുന്നു ഞങ്ങൾ. ഇത് പറഞ്ഞിട്ടാണ് ഒരു വിശ്വാസി യാത്ര ആരംഭിക്കുന്നത്. പാട്ടും കൂത്തും കള്ളും ആഭാസങ്ങളും തോന്നിവാസങ്ങളുമായിട്ടല്ല യാത്ര ആരംഭിക്കേണ്ടത്. സീറ്റിലിരുന്ന് വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വ വൽ അമലി മാ തർദാ. അല്ലാഹുവേ, ഈ യാത്രയിൽ നിന്നോട് ഞാൻ ബിർറിനെ, നന്മയെ ചോദിക്കുന്നു, തഖ്വയെ, ദൈവഭക്തിയെ ചോദിക്കുന്നു, നിനക്ക് തൃപ്തിപ്പെട്ട കർമ്മങ്ങളെ ഞാൻ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വത്വി അന്നാ ബഅദ. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് നീ എളുപ്പമാക്കണേ, ദൂരം നീ കുറച്ച് നൽകണമേ. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ. അല്ലാഹുവേ, ഈ യാത്രയിൽ നീയാണ് ഞങ്ങളുടെ കൂട്ട്. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. വീട് വിട്ട് ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി പുറപ്പെട്ട എന്റെ വീടിനെ ഞാൻ നിന്നെയാണ് ഏൽപ്പിക്കുന്നത്. പടച്ചോനെ, എന്റെ പകരം നീ എന്റെ വീട്ടിലുണ്ട്, നീ അത് നോക്കുന്നുണ്ട്. അതാണ് എന്റെ പ്രതീക്ഷ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫർ. അല്ലാഹു, യാത്രയിലെ ദുരന്തങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വകആബത്തിൽ മന്ദർ. മോശപ്പെട്ട അനുഭവങ്ങളും കാഴ്ചകളിൽ നിന്നും. വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ൽ. എന്റെ കുടുംബത്തിലും എന്റെ സമ്പത്തിലും എല്ലാറ്റിലും മോശപ്പെട്ട ഒരു മടക്കം, ഒരു മോശപ്പെട്ട ഒരു പര്യാവസാനം ഉണ്ടാകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇതൊരു വിട്ടുകൊണ്ടാണ് ഒരു വിശ്വാസി യാത്ര പുറപ്പെടുന്നത്. എത്ര അർത്ഥഗർഭമാണ് ഈ ഒരു പ്രാർത്ഥനകൾ എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു അനുഭവങ്ങളിലൂടെ. ഓരോ ഇറക്കവും ലക്ഷ്യത്തിലേക്കാവാം, അല്ലെങ്കിൽ അപകടത്തിലേക്കാകാം, അല്ലെങ്കിൽ മരണത്തിലേക്കാകാം, ദുരന്തത്തിലേക്കാകാം. സന്തോഷത്തോടെ ആരംഭിക്കുന്ന യാത്രകൾ കണ്ണീരിന്റെ യാത്രകളാകാം. അതുകൊണ്ടാണ് പ്രാർത്ഥനകളോടെ ഒരു മുഅ്മിൻ ജീവിക്കണമെന്ന് പറയുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറയുന്ന വാക്ക് ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ്. പടച്ചോനെ, നിന്റെ നാമത്തിൽ ഞാൻ ഇറങ്ങുന്നു. നിന്റെ ബർക്കത്തും ഖൈറും നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. തവക്കൽതു അലല്ലാഹ്, നിന്നെ ഏൽപ്പിക്കുകയാണ് പടച്ചോനെ. വാഹനത്തിന്റെ ഫീച്ചേഴ്സ് അല്ല, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷിത മാർഗങ്ങളല്ല നമ്മുടെ ധൈര്യം. തവക്കൽതു അലല്ലാഹ്. കാര്യങ്ങൾ പ്രതികൂലമായാലും അനുകൂലമായാലും എല്ലാം തയ്യാറാണെങ്കിലും തയ്യാറല്ലെങ്കിലും നമ്മൾ ഏൽപ്പിക്കുന്നത് പടച്ച റബ്ബിനെയാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ആരെങ്കിലും അല്ലാഹുവിനെ ഏൽപ്പിച്ചാൽ അവൻ അല്ലാഹു മതിയായവനാണ്. അതുകൊണ്ട് തന്നെ വീട് വിട്ടിറങ്ങുമ്പോൾ നമ്മളോട് പറയാൻ പറഞ്ഞത് ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്റെ ഖുവത്ത് കൊണ്ടല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്നവരുണ്ടോ? വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്നവരുണ്ടോ? പ്രഭാതം ഉദിക്കുമ്പോൾ തന്നെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ അസ്ബഹ്നാ അസ്ബഹൽ മുൽക്കു ലില്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി വ ഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗമി വ ശർരി മാ ബഅദഹു. അല്ലാഹു, ഈ ദിവസത്തിന്റെ എല്ലാ ഖൈറും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ ദിവസത്തിന്റെ എല്ലാ ശർറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അസ്ലിഹ് ലനാ
ശഅനന കുല്ല, അല്ലാഹു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണമേ. വലാ തകിൽനാ ഇലാ അൻഫുസിനാ തർഫത ഐൻ, അല്ലാഹുവേ കണ്ണിമ വെട്ടുന്ന നേരം പോലും ഞങ്ങളുടെ കാര്യങ്ങൾ നീ ഞങ്ങളെ ഏൽപ്പിക്കല്ലേ എന്ന് പ്രഭാതത്തിൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. ബിസ്മില്ലാഹില്ലദീ ലാ യദറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. പൊടുന്നനെയുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷ നൽകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. 3 തവണ പ്രഭാതത്തിലും 3 തവണ പ്രദോഷത്തിലും ചൊല്ലാൻ പറഞ്ഞ ഈ അദ്കാറുകളുടെ, ഈ ഔറാദുകളുടെ, ഈ അദ്ഇയത്തിന്റെ, ഈ പ്രാർത്ഥനകളുടെയൊക്കെ മഹത്വം എത്രത്തോളമാണെന്ന് അനുഭവങ്ങളിലൂടെ നാം പഠിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിത്യജീവിതത്തിൽ നാം പാലിക്കേണ്ട ഇത്തരത്തിലുള്ള അദ്കാറുകളും പ്രാർത്ഥനകളും ഒക്കെ ഗൗനിക്കണം എന്നതാണ് നമുക്ക് ഇത്തരം അപകട വാർത്തകൾ കേൾക്കുമ്പോൾ ഓർമ്മയുണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് കഴിവുണ്ട്, നമുക്ക് അറിവുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് സമ്പത്തുണ്ട്, നമുക്ക് യോഗ്യതകളുണ്ട്. ഇതെല്ലാറ്റിന്റെയും പേരിൽ നമ്മളെല്ലാം എന്തൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇല്ല. വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫഖറാഉ ഇലല്ലാഹ്, മനുഷ്യരേ നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഫഖീറുകളാണ്, നിങ്ങൾ അല്ലാഹുവിന് ആവശ്യമുള്ളവരാണ്. അല്ലാഹുവിനെ നമുക്ക് ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയുള്ളവരാണ് നമ്മളെല്ലാവരും. നമുക്ക് എന്തുണ്ടെങ്കിലും ശരി, വിദ്യയുണ്ടാകാം, ടെക്നോളജി ഉണ്ടാകാം, വിദ്യാഭ്യാസം ഉണ്ടാകാം, സമ്പത്തും രാഷ്ട്രീയ സ്വാധീനവും ഉണ്ടാകാം, എന്തായിരുന്നാലും ശരി, ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനാണ്. എന്തേ? തകർന്നു വീണ് മനുഷ്യരെല്ലാം കത്തിക്കരിഞ്ഞ് ഇല്ലാണ്ടായി. മനുഷ്യൻ കണ്ടെത്തിയ അതിവേഗതയിലുള്ള വാഹനങ്ങൾ, അതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് അതെല്ലാം നിലനിൽക്കെ തന്നെ രക്ഷപ്പെടാനാകാത്ത വിധം ദുർബലരായി പോയി നമ്മൾ. സുഹൃത്തുക്കളെ, നമ്മുടെ പോരായ്മയും നമ്മുടെ ദുർബലതയും നമ്മുടെ കഴിവുകേടുകളുമാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നാം ഒപ്പിയെടുക്കേണ്ടത്. 3-ാമത്തെ കാര്യം, മരണം വിളിച്ചു പറഞ്ഞ് തയ്യാറായി നിന്നോ എന്ന് പറഞ്ഞിട്ട് വരുന്ന അതിഥിയല്ല, മറിച്ച് ജനിച്ചതും അതുപോലെ തന്നെ അനുഭവിക്കുന്നതും ഒന്നും മുന്നറിയിപ്പോടുകൂടെ അല്ലെങ്കിൽ നമ്മുടെ മരണവും നമ്മളോട് ചോദിക്കാതെയും പറയാതെയും തന്നെയായിരിക്കും സംഭവിക്കുക. പത്തനംതിട്ട സ്വദേശിനി, അവര് നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ PSC ലിസ്റ്റിലുണ്ടവര്, UK-യിൽ ജോലി റെഡിയായിട്ടുണ്ടവർക്ക്, പോയി വരാമെന്ന് പറഞ്ഞ് യാത്ര പുറപ്പെട്ടവരായിരുന്നു. പക്ഷേ മരണമാണ്. ഇദാ അറാദല്ലാഹു ഖബ്ദ അബ്ദിൻ ബിഅർദിൻ ജഅല ലഹു ബിഹാ ഹാജ്ജ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ മരണം അല്ലാഹു ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് അയാൾക്കൊരു ആവശ്യം അല്ലാഹു ഉണ്ടാക്കി വെക്കും. ദുബായിൽ മരിക്കാൻ ഉദ്ദേശിച്ചയാൾ ഇന്ന് നാട്ടിലാണെങ്കിൽ അയാൾ ഇന്ന് എമർജൻസി ടിക്കറ്റ് എടുത്ത് അയാൾ ദുബായിലേക്ക് പോകും. എന്തെങ്കിലും ഒരു അത്യാവശ്യം അയാൾക്ക് ഉണ്ടാക്കി വെക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആർക്കൊക്കെയോ വേണ്ടി നെട്ടോട്ടമോടുന്ന നമ്മൾ, എന്തൊക്കെയോ ആലോചിച്ച് ആധിയിലാകുന്ന നമ്മൾ, ദുനിയാവിലെ നഷ്ടങ്ങളുടെ പേരിൽ വിലപിക്കുന്ന നമ്മൾ, ഒരുപാട് ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മൾ, ഒരു വേള നാം അറിയാതെ മരിക്കുന്ന ഒരു നിമിഷം ഉണ്ടാകുമെന്ന ചിന്തയാണ് സുഹൃത്തുക്കളെ നമുക്ക് നൽകുന്നത്. അല്ലെ, തലക്കുമീതെ എന്നും വിമാനം പറക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റൽ മുറിയുടെ മേലെ വന്ന് പതിക്കുമെന്ന് ഒരിക്കൽ പോലും സങ്കല്പിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ മെസ്സിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല തലയിൽ വിമാനം പതിച്ചിട്ടായിരിക്കും ഞാൻ മരിക്കുക എന്ന്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ സങ്കല്പിച്ചിട്ടുണ്ടാവില്ല. സങ്കല്പങ്ങൾക്ക് അതീതമായിട്ടാണ് യഥാർത്ഥത്തിൽ ദുരന്തങ്ങൾ വരുന്നത്. സുഹൃത്തുക്കളെ, എന്താണ് നമുക്കിവിടെ ഉള്ളത്? എന്ത് സുരക്ഷയാണ് നമുക്കിവിടെ ഉള്ളത്? എന്തിന്റെ പേരിലാണ് നമുക്കിതൊന്നും സംഭവിക്കില്ലെന്ന് പറയാൻ സാധിക്കുന്നത്? ഒന്നുമില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മനുഷ്യൻ ദുനിയാവിന്റെ പിന്നാലെ കുതിച്ചു പായാണ്. മാലി വലിദ് ദുനിയ
എനിക്ക് എന്താണ് ഈ ദുനിയാവിലുള്ളത്? ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹ്ത ശജറത്തിൻ സുമ്മ റാഹ വതറകഹാ. ഒരു യാത്രക്കാരൻ ഒരു മരത്തിന് ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുകയും വിശ്രമം കഴിഞ്ഞ് അയാൾ ആ മരത്തിന്റെ ചുവട് ഉപേക്ഷിച്ച് അയാളുടെ യാത്ര തുടരുകയും ചെയ്യുന്നത് പോലെയാണ് ഈ ദുനിയാവിലെ നമ്മുടെ ജീവിതം. ഇതൊരു ടെമ്പററി റെസ്റ്റിംഗ് ഏരിയ മാത്രമാണ് സുഹൃത്തുക്കളെ. ഒരു താൽക്കാലികമായ ഷെൽട്ടറാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കഴിയുന്ന ഈ ദുനിയാവ്. ഇവിടുത്തെ വീടും ഇവിടുത്തെ ജോലിയും ഇവിടുത്തെ സന്തോഷവും ഇവിടുത്തെ സുഖവും ഇവിടുത്തെ രസവുമാണ് ലൈഫ് എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. ഈ യാത്രയിലെ വളരെ ചുരുങ്ങിയ മൈക്രോ സെക്കൻഡ് പോലും ദൈർഘ്യമില്ലാത്ത ഒരു ചുരുങ്ങിയ സമയത്തെ റെസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ കഴിച്ചു കൂട്ടുന്ന ഈ ദുനിയാവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യഖൂലു ഇബ്നു ആദം, ആദമിന്റെ സന്തതി പറയുകയാണ്, മാലി മാലി, എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞു ഓടുകയാണ്. യബ്ന ആദം, ആദമിന്റെ പുത്ര, വഹൽ ലക മിൻ മാലിക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത ഔ ലബിസ്ത ഫഅബ്ലൈത ഔ തസദ്ദഖത ഫഅംദൈത. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ്, മനുഷ്യ, നിന്റെ സമ്പത്ത് എന്ന് പറയാൻ നിനക്ക് എന്താണ് ഇവിടെ ഉള്ളത്? നീ തിന്ന് നശിപ്പിച്ചത്, നീ ധരിച്ച് നുരുമ്പിപ്പോയത്, നീ സദഖ നിർവഹിച്ചത്, അതല്ലാത്ത എന്താണ് നിന്റെ സമ്പത്തായിട്ട് ഇവിടെ നിനക്ക് ബാക്കിയുള്ളതെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. സുഹൃത്തുക്കളെ, നിലവിളികൾ സ്ഥാനത്താകുന്നതാണ് മരണത്തിന്റെ വിളി എന്ന് പറയുന്നത്, അല്ലെ? മുകളിലേക്ക് പോകേണ്ട ഫ്ലൈറ്റ് താഴോട്ട് പതിക്കുമ്പോൾ കോക്പിറ്റിൽ നിന്ന് പൈലറ്റുമാർ കൊടുത്ത നിർദ്ദേശം അപകട സൂചനയായിരുന്നു, മരണത്തിന്റെ സൂചനയായിരുന്നു. വളരെ വേഗത്തിൽ ആ മെസ്സേജ് കൈമാറാൻ പറ്റിയ ടേംസ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നവർക്ക് അവർ നിർദ്ദേശം കൊടുത്തിരുന്നത്. നിലവിളികൾ അസ്ഥാനത്താകുന്നതാണ് മരണം. കൂടിയിരിക്കുന്നവർക്ക് ആർക്കും കൈപിടിക്കാൻ കഴിയാത്തതാണ് മരണം. മുന്നറിയിപ്പോടുകൂടെ വരുന്ന ഒരു കാര്യമല്ല മരണം. നേരത്തെ പടച്ചറബ് നിശ്ചയിച്ചയച്ച ഒരു തീരുമാനിച്ച ഒരു സമയമുണ്ടാകും. അതുകൊണ്ടാണ് ഇത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു മനുഷ്യൻ എമർജൻസി എക്സിറ്റിലൂടെ പുറത്തു ചാടി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്, ലികുല്ലി ഉമ്മത്തിൻ അജലുൻ ഇദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. ഓരോരുത്തർക്കും പടച്ചറബ് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. സമയമാകാത്തവനെ രക്ഷപ്പെടൂ, സമയമായവരെല്ലാവരും അതിൽ പെട്ടുപോകും എന്നുള്ളതാണ് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ആ സമയത്ത് ആരാണ് നമ്മളെ ഒന്ന് സഹായിക്കാനുള്ളത്? വഖീല മൻ റാഖ വظن انه الفراق والتفت الساق بالساق الى ربك يومئذ المساق. ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മനുഷ്യൻ വിളിച്ചു പറയും, ഒന്ന് മന്ത്രിക്കാൻ ആരാണുള്ളത് എന്ന്. വഖീല മൻ റാഖ, ആരെങ്കിലും ഒന്ന് മന്ത്രിക്കാനുണ്ടോ എന്ന് മനുഷ്യൻ ചോദിക്കും. വظن انه الفراق, അവന് ബോധ്യപ്പെടും ഇതെന്റെ ഫിറാഖാണ്, എന്റെ മക്കളോടുള്ള ഫിറാഖ്, എന്റെ വീടിനോടുള്ള ഫിറാഖ്, എന്റെ ആഗ്രഹങ്ങളോട്, സ്വപ്നങ്ങളോട്, സുഖങ്ങളോട്, സന്തോഷങ്ങളോട്, നേട്ടങ്ങളോട്, എല്ലാറ്റിനോടുമുള്ള ഫിറാഖ്. ഈ ദുനിയാവിനോടുള്ള വേർപാടാണിത്. ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. തൊണ്ടക്കുഴിയിൽ ആത്മാവെത്തുമ്പോൾ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, മനുഷ്യൻ കണ്ണു തുറിച്ചു നോക്കും. നിങ്ങൾക്ക് എന്താണ് അയാളെ ഒന്ന് രക്ഷപ്പെടുത്താൻ കഴിയാത്തത്? മനുഷ്യൻ ദൈവത്തെ വെല്ലുവിളിക്കുന്നു. മനുഷ്യൻ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിസ്മരിച്ച് അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറി നിന്ന് അവന് തോന്നിയ പോലെ ജീവിക്കുന്നു. എങ്കിൽ നിനക്ക് നിന്റെ മരണത്തെ ഒന്ന് തടയാൻ സാധിക്കുമോ? കണ്ണുമിഴിച്ച് നീ നോക്കി നിൽക്കുന്നുണ്ടല്ലോ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവരെല്ലാം പോകും. അല്ലാഹു നിശ്ചയിച്ച സമയത്ത് പോകും. അല്ലാഹു നിശ്ചയിച്ചില്ലെങ്കിൽ, അല്ലാഹുവിന്റെ കാവലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഏതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ശാന്തമായ ഒരു നാട് ഒരു ഘോര ശബ്ദം കേട്ട് നെട്ടിത്തെരിച്ചു. അവർ ഭീതിയിലായി, അവർ പരക്കം പാഞ്ഞു, അല്ലേ? അവർ ആശങ്കയിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നട്ടം തിരിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. ചിതറിയോടിയ മനുഷ്യർ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസത്തെയാണ്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച പടച്ചോനെ സൂക്ഷിച്ചോളി. ഇന്ന സൽസലത സാഅതി ശൈഉൻ അദീം, അന്ത്യദിനത്തിന്റെ ആ ഘോര ശബ്ദം അത് ഭയാനകമായിരിക്കും. എന്താണ് അതിന്റെ ഭയാനകത? ഒരു കുഞ്ഞ് ഏറ്റവും സേഫ് ആയിരിക്കുന്നത് ഉമ്മയുടെ മടിത്തട്ടിലാണ്. മുലപ്പാൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഉമ്മ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞോടുന്ന നിമിഷം
ഗർഭിണി പ്രായമാകാതെ പ്രസവിച്ചിടുന്ന സമയം ആളുകൾക്കെല്ലാം മത്ത് പിടിച്ചതുപോലെ, ബുദ്ധിയില്ലാത്തതുപോലെ, ചിന്തയില്ലാത്തതുപോലെ, ഭ്രാന്തന്മാരെ പോലെ ആളുകൾ അന്താളിച്ചു പോകുന്ന നിമിഷം, അന്ത്യദിനത്തിന്റെ ഒരു ഭയാനകതയെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, സഹോദരന്മാരെ, അല്ലാഹനെ സൂക്ഷിച്ചോളീന. അനുഭവങ്ങളും ചരിത്രങ്ങളും ഒക്കെ നമുക്കുള്ളതാണ്. മരിച്ചവരുടെ സമയമായി അവർ മടങ്ങി എങ്കിൽ ജീവനോടെയുള്ള ആളുകൾക്ക് നമുക്ക് ഉള്ള മെസ്സേജുകളും സന്ദേശങ്ങളുമാണ് ഇതിലെല്ലാം ഉള്ളത് എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു മാറ്റത്തിന് തയ്യാറാകേണ്ടതുണ്ട് സഹോദരന്മാരെ. മരിച്ചവരുടെ കണ്ണ് നാം അടച്ചു കൊടുക്കുമ്പോൾ മരിക്കാത്ത നമ്മുടെ കണ്ണുകൾ അവർ തുറന്നു നൽകുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മരിച്ചവർ നമ്മളോട് പറയുന്നത് ഞാനും നിന്നെ പോലെ ആയിരുന്നു എന്നാണ്. ഞാനും നിന്നെ പോലെ സ്വപ്നങ്ങൾക്ക് പിറകെ, ആശകൾക്ക് പിന്നാലെ, ആഗ്രഹങ്ങൾക്ക് പിന്നാലെ, ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ നെട്ടോട്ടം ഓടിയവനായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നില്ല ഇതിന്റെ അവസാന നിമിഷമായിരിക്കുമെന്ന് എന്നാണ് ഓരോരുത്തരും നമ്മളോട് ആവർത്തിച്ച് പറയുന്നതെങ്കിൽ, സുഹൃത്തുക്കളെ, ഭൗതിക കാര്യങ്ങളിൽ ഒരു മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്ന നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതുണ്ട്. ദീനിന്റെ കാര്യത്തിൽ എനിക്കൊരു മാറ്റം ആവശ്യമില്ലേ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഏതൊരു നിമിഷം എനിക്കും ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു വേദനയോ ഒരു അറ്റാക്കോ വന്നാൽ ഞാനും ഈ ലോകത്തോട് വിട പറയേണ്ടവനല്ലേ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഉപദേശം നാം നെഞ്ചേറ്റണം. യഖ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യം വരും മുമ്പ് 5 കാര്യത്തെ പരമാവധി ഉപയോഗിച്ചോ. ശബാബക ഖബ്ല ഹറമിക, നിനക്ക് വാർദ്ധക്യം വരും മുമ്പ് യൗവനത്തെ ഉപയോഗിച്ചോ. സിഹ്ഹതക ഖബ്ല സഖമിക, ആരോഗ്യത്തെ ഉപയോഗിച്ചോ, നീ രോഗിയാകും. വഗിനാക ഖബ്ല ഫഖരിക, ദാരിദ്ര്യം വരും മുമ്പ് നിന്റെ സമ്പത്തിനെ ഉപയോഗിച്ചോ. വഫറാഗക ഖബ്ല ശുഗ്ലിക, നിനക്ക് തിരക്ക് പിടിക്കും മുമ്പ് നിന്റെ ഒഴിവു സമയത്തെ നീ പാഴാക്കാതെ ഉപയോഗപ്പെടുത്തിക്കോ. വഹയാതക ഖബ്ല മൗതിക, മരണം നിന്നെ പിടികൂടും മുമ്പ് നിന്റെ ജീവിതം നീ പരമാവധി ഉപയോഗിച്ചോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, സുഹൃത്തുക്കളെ, നാം ചിന്തിക്കണം, എവിടെയാണ് നമ്മൾ നമ്മുടെ വിശ്വാസവും, എവിടെയാണ് നമ്മൾ നമ്മുടെ കർമ്മവും, എവിടെയാണ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും, എന്തുണ്ട് നമുക്ക് കൊണ്ടുപോകാൻ എന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറാകണം. ദീൻ എന്ന് പറയുമ്പോ നിസ്കരിച്ചാ മതി, റമദാനിൽ ഖുർആൻ ഓതിയാ മതി, ആൾക്കാരെ കാണുമ്പോ സലാം പറഞ്ഞാ മതി, എന്നാ ഞാൻ മുസ്ലിം ആവും എന്ന് ചിന്തിക്കുന്നതിൽ നിന്നും മാറ്റി ജീവിതത്തിലുടനീളം ഇസ്ലാമിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നെഞ്ചത്ത് കൈകെട്ടി വെച്ച് അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോ വഅന മിനൽ മുസ്ലിമീൻ, പടച്ചോനെ ഞാൻ എന്നെ നിനക്ക് സമർപ്പിച്ചവനാണ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഒരു മനസ്സാക്ഷി കുത്തുണ്ടാകരുത്. സാമ്പത്തികമോർത്ത് നമുക്ക് വിഷമമുണ്ടാകരുത്, നമ്മുടെ ലൈംഗികമോർത്ത് നമുക്ക് വിഷമമുണ്ടാകരുത്, നമ്മുടെ പരസ്യമോർത്ത്, നമ്മുടെ രഹസ്യമോർത്ത്, നമ്മുടെ കുടുംബമോർത്ത് നമുക്ക് ഒരു മനസ്സാക്ഷി കുത്തില്ലാത്ത വിധം സമ്പൂർണമായിട്ട് പടച്ച റബ്ബിന് നമ്മെ സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് പറ്റിയാൽ മരണം, സഹോദരന്മാരെ, ആഘോഷത്തിന്റെ സുദിനമായിരിക്കും, സന്തോഷത്തിന്റെ നിമിഷമായിരിക്കും. ആ എല്ലാ ദുഃഖങ്ങളുടെയും വിഷമങ്ങളുടെയും നഷ്ടങ്ങളുടെയും കുറവുകളുടെയും ഒരു പൂർത്തീകരണമായിരിക്കും നമ്മുടെ മരണം. അതിനുള്ള ഒരു പരിശ്രമവും ചിന്തയുമാകട്ടെ ദുരന്തങ്ങളുടെ വാർത്തകൾ നമുക്ക് സമ്മാനിക്കുന്നത് എന്നാണ് മിമ്പറിന്റെ സന്ദേശമായി ഓർമ്മപ്പെടുത്താനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പല അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ പലപ്പോഴായി നമ്മൾ കേൾക്കാറുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു, വാഹനത്തിന്റെ മെയിൻ്റനൻസ് നേർക്കുനേരെ ചെയ്യാറില്ല ചില കമ്പനികൾ. ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിന് തെളിവായിക്കൊണ്ട് അത്തരം ആളുകള് മുമ്പുള്ള യാത്രാനുഭവങ്ങളും ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ അതിന്റെ കൂടെ ഷെയർ ചെയ്യാറുമുണ്ട്. സുഹൃത്തുക്കളെ, ഒരു ചെറിയ അശ്രദ്ധ വലിയ ദുരന്തങ്ങൾ ഭൗതിക ലോകത്ത് വിതയ്ക്കുമെങ്കിൽ ദീനിയായ കാര്യത്തിൽ നമ്മിൽ സംഭവിക്കുന്ന അശ്രദ്ധ എത്ര വലിയ അപകടങ്ങൾക്ക് കാരണമാകും എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറത്ത് അംബിയാഇന്റെ 97-ാമത്തെ ആയത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വഖതറബൽ വഅദുൽ ഹഖ് ഫഇദാ ഹിയ ശാഖിസത്തുൻ അബ്സാറുൽ ലദീന കഫറു യാ വൈലനാ ഖദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ബൽ കുന്നാ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്തായാലും സംഭവിക്കുമെന്ന് തീർപ്പ് പറഞ്ഞ കാര്യമാണ് പരലോകം. അത് സംഭവിച്ചു കഴിയുമ്പോൾ അതിനെ നിഷേധിച്ച് ജീവിച്ച ആളുകളുടെ കണ്ണ് തുറക്കും, കണ്ണ് തുറിച്ചു പോകും. അവർ പറയും യാ വൈലനാ ഖദ് കുന്നാ ഫീ ഗഫ്ല, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ അശ്രദ്ധയിലായിരുന്നു, ഞങ്ങൾ ളാലിമീങ്ങളായി പോയി, ഞങ്ങളെ ബാധിച്ച അശ്രദ്ധ ഞങ്ങൾ ളാലിമാകാൻ കാരണമായി, ഫാസിഖാകാൻ കാരണമായി, ഫാജിറാകാൻ കാരണമായി, മുനാഫിഖാകാൻ കാരണമായി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അശ്രദ്ധയാണ് അയാളെ എല്ലാ അവസ്ഥയിലേക്കും എത്തിക്കുന്നത് എന്ന് നാം തിരിച്ചറിഞ്ഞ് ബോധമുള്ളവരായിരിക്കണം. ഭൗതിക കാര്യങ്ങളിൽ സംഭവിക്കുന്ന അപകടങ്ങളുടെ അശ്രദ്ധയുടെ പരിക്കുകൾ നമ്മളും അനുഭവിച്ചിട്ടുണ്ടാവും, അല്ലേ? നമ്മുടെ മൊബൈൽ വീണിട്ടുണ്ടാവും, നമ്മുടെ വാഹനം ഇടിച്ചിട്ടുണ്ടാവും, നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം പോയിട്ടുണ്ടാകും, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതിന്റെ പേരിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും ഒന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു, ഒന്ന് സൂക്ഷിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സുഹൃത്തുക്കളെ, ജീവിതം ഒരു പരീക്ഷയാണ്. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തുമാകുന്ന സിലബസ് അനുസരിച്ച് എക്സാം എഴുതാനുള്ളതാണ് ഈ ദുനിയാവ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ജീവിതവും മരണവും നിശ്ചയിച്ചത് പരീക്ഷിക്കാനാണ്. നമ്മളാരും നേരത്തെ കൂട്ടി ഒരുക്കിയിട്ടല്ല നമ്മളാരും ഇവിടെ വന്നത്. നമ്മുടെ ശബ്ദവും തൊലിയുടെ നിറവും നമ്മുടെ ഹൈറ്റും നമ്മുടെ വെയിറ്റും ഇതൊന്നും നമ്മൾ തീരുമാനിച്ചതല്ല. നമ്മളുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന നമ്മുടെ പാരന്റ്സിനെ പോലും സെലക്ട് ചെയ്തത് നമ്മളല്ല. ഇനി എത്ര കാലം നമ്മളിവിടെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നതും നമ്മളല്ല. എന്നിരിക്കെ ഇവിടുത്തെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നമ്മളുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒന്നും നമ്മൾ തീരുമാനിച്ചതല്ലെങ്കിൽ എന്റെ ലൈഫ് എന്റെ തീരുമാനത്തിന് അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ട് ജീവിക്കണം സഹോദരന്മാരെ. ഓരോന്നും നമുക്കുള്ള ഉണർത്തലുകളാണ്, ഉപദേശങ്ങളാണ്. കേൾക്കാം, തള്ളിക്കളയാം. കേൾക്കാം, മാറണമെന്ന് ആലോചിക്കാം. കേൾക്കാം, മാറണമെന്ന് ആലോചിച്ച് അപ്പോൾ തന്നെ മാറാം. ഏതാണ് ഏറ്റവും നല്ലത് എന്ന് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. മാറ്റം ഞൊടിയിടയിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. മാറ്റത്തിനുള്ള സമയം ഇപ്പോഴാണ്. കാരണം നാം ജീവനോടെ ഉണ്ട് എന്നതാണ് മാറാനുള്ള അവസരം. മരിച്ചാൽ ഒരിക്കലും നമുക്ക് മാറാനാകില്ല. മരിച്ചാൽ ഒരിക്കലും നമുക്ക് നിസ്കരിക്കാനാവില്ല. നമുക്ക് നമ്മുടെ തിന്മകൾ ഉപേക്ഷിക്കാനാവില്ല. പടച്ച റബ്ബിലേക്ക് മടങ്ങാനാവില്ല. തൗബ ചെയ്യാനാവില്ല. സ്വർഗക്കാരന്റെ പ്രവൃത്തികൾ ചെയ്യാൻ നമുക്കാവില്ല. അതുകൊണ്ട് ജീവനുള്ള കാലം മാറാനുള്ള അവസരമായി കണ്ട് നമ്മുടെ ജീവിതത്തെ നാം അളന്നു തൂക്കി ശ്രദ്ധയോടുകൂടെ ഓരോ കാൽവെപ്പുകളും മുന്നോട്ട് നയിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ ആയാല് രണ്ട് ഗുണം. ഒന്ന്, മനസ്സമാധാനത്തോടെ ജീവിക്കാം. എന്തില്ലെങ്കിലും ആരെല്ലാം എന്തിനെല്ലാം ശ്രമിച്ചാലും മനസ്സമാധാനത്തോടെ ജീവിക്കാം. രണ്ട്, മരിച്ചു ചെന്നാൽ സന്തോഷത്തോടെ സ്വർഗത്തിൽ നമ്മുടെ നഷ്ടങ്ങൾ നമുക്ക് നികത്താം. ഈ രണ്ട് ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരു മാറ്റത്തിന് നാം തയ്യാറാകണം. മാറ്റത്തെക്കുറിച്ച് പറയാറുള്ളത് റമദാനിലാണ്. റമദാനിൽ ആളുകൾ മാറാറുണ്ട്, റമദാൻ കഴിഞ്ഞാൽ ആളുകൾ മാറാറുണ്ട്. എന്നാൽ മാറ്റമില്ലാത്ത ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. പടച്ച റബ്ബിന്റെ വിളിയാളം വരും വരേക്കും അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഒരു കുതിപ്പ്. ജമാഅത്തുകൾ നഷ്ടപ്പെടുത്താതെ, ദിക്റുകൾ മിസ്സായി പോകാതെ, ബാധ്യതകളിൽ അബദ്ധങ്ങൾ സംഭവിക്കാതെ, ഓരോ അനക്കവും കൂലി ലഭിക്കുന്നതാക്കാൻ, കണ്ണുമിഴിക്കുമ്പോൾ, കാതു തുറക്കുമ്പോൾ, നാവ് ചലിപ്പിക്കുമ്പോൾ, കൈകൾ കൊണ്ട് പിടിക്കുമ്പോൾ, കാലുകൾ മുന്നോട്ട് കുതിക്കുമ്പോൾ അതിനെല്ലാം പ്രതിഫലം ലഭിക്കാൻ പറ്റിയ രൂപത്തിൽ നന്മ നിറഞ്ഞ ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും സാധ്യമായാൽ, സുഹൃത്തുക്കളെ, ഹാജിമാർക്ക് മാത്രമല്ല സ്വർഗം,
നാട്ടിൽ ജീവിക്കുന്ന നമുക്കും സ്വർഗം നേടാനാകും. അൽ ജന്നത്തു അഖ്റബു ഇലാ അഹദികും മിൻ ശിറാകിൻ അലൈഹി വന്നാറു മിസ്ല ദാലിക്. നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിന്റെ തൊട്ടടുത്തുണ്ട് നിങ്ങളുടെ സ്വർഗം, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിന്റെ തൊട്ടടുത്തുണ്ട് നിങ്ങൾക്കുള്ള നരകം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ, നന്നാകാൻ, മാറ്റം വരുത്താൻ, അഡിക്ഷനുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഫോണിന്റെ അടിമയായി മാറാതെ ഫോണിന്റെ ഉടമയായി മാറാൻ, ഫോണിനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ, മറ്റുള്ളവരെ നമുക്ക് വേണ്ടി വിൽക്കാതെ മറ്റുള്ളവരുടെ ഗുണങ്ങൾ നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയും പാഴായി പോകും നമ്മുടെ യൗവനം, പാഴായി പോകും നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, പാഴായി പോകും നമ്മുടെ ആയുസ്സിനെ ഇനിയെങ്കിലും തിരിച്ചു പിടിക്കാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുരന്തങ്ങളിൽ അകപ്പെട്ട ആളുകളുടെ കുടുംബത്തിനും ബന്ധുക്കൾക്കും അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം ഭയക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ശിഷ്ടകാലം പടച്ച റബ്ബിന് പ്രിയപ്പെട്ട അടിമയായി മരണം വരെ ജീവിക്കാൻ അല്ലാഹു തുണയ്ക്കുമാറാവട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഏറ്റവും നല്ലവനായി, സ്വർഗക്കാരനായി, സന്തോഷത്തോടെ മരണമില്ലാത്ത ലോകത്തേക്ക് പുറപ്പെടാൻ അല്ലാഹു അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും സ്വാതന്ത്ര്യവും സന്തോഷവും നിലനിർത്തി തരുമാറാവട്ടെ. ഏറ്റവും നല്ല അന്തരീക്ഷം അല്ലാഹു നമ്മുടെ രാജ്യത്ത് അല്ലാഹു ഉണ്ടാക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഫലസ്തീനികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അല്ലാഹു രക്ഷയും ആശ്വാസവും സ്വാതന്ത്ര്യവും സമ്മാനിക്കുമാറാവട്ടെ. മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തി അതിലൂടെ തങ്ങളുടെ അധികാരവും സാമ്പത്തിക സ്വരൂപണവും ലക്ഷ്യം വെക്കുന്ന ആളുകൾക്ക് അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യട്ടെ. അവരുടെ സാമ്പത്തിക സ്രോതസ്സിന് അല്ലാഹു തകർക്കുമാറാവട്ടെ. അവരുടെ സംഘശക്തിയെ അല്ലാഹു ചിന്ന ഭിന്നമാക്കുമാറാവട്ടെ. അവരുടെ ആയുധ ശേഖരങ്ങൾ അവരുടെ നാശത്തിനുള്ള ഹേതുകമാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹു മനുഷ്യ സ്നേഹികൾക്ക് അധികാരം തിരിച്ചു നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണക്കത്തോടെ, സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ ഒറ്റ ശരീരം പോലെ മുന്നോട്ട് പോകാൻ വിശ്വാസികളായ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ എല്ലാറ്റിലും അല്ലാഹു ബറക്കത്തും റഹ്മത്തും കൺകുളിർമയും സന്തോഷവും നൽകുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് പുറപ്പെടാൻ പറ്റിയ ഒരു യാത്ര അല്ലാഹു നമുക്ക് സജ്ജീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا تقبل منا دعاءنا وصلاتنا وقيامنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.